കുടുംബത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു കുടുംബമാണ് ഒരു സമൂഹത്തിന്റെ അടിത്തറ. ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഓരോരുത്തരുമാണ് ആ സമൂഹത്തിലെ ആ ഒരു പൊതു സ്വഭാവം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല സ്വഭാവം, നല്ല മൂല്യങ്ങൾ ഒരു കുട്ടിയിൽ വളർത്തി കൊടുക്കേണ്ടത് ആ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പോൾ ഒരു വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും തിരക്കാണ്. രണ്ടുപേർക്കും കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാനോ കുട്ടിയുടെ ഇങ്ങനെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും എല്ലാ വീട്ടുകാരും വളരെ ബോധേഡായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിയുടെ വിദ്യാഭ്യാസം. എപ്പോഴും ഏറ്റവും ഉയർന്ന മാർക്ക് എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ വാങ്ങണം എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മകളുടെ അല്ലെങ്കിൽ മകന്റെ ഒരു സാൻമാർഗിക മൂല്യങ്ങൾ എത്രമാത്രം ഉണ്ട്, അവരെങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ പെരുമാറുന്നത്, അത്തരം കാര്യങ്ങളിലേക്കൊന്നും ആരും ചിന്തിക്കുന്നില്ല അല്ലെ? തീർച്ചയായും അത് ശരിയാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും വരുന്ന കുട്ടി, ആ കുട്ടി ഒരു പൊതുസ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടി മറ്റൊരാളുടെ സംസാരിക്കുന്നത് എങ്ങനെയാണ്, പെരുമാറുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ കുട്ടിയുടെ ഇന്ററാക്ഷൻ, എന്തൊക്കെയായിരിക്കാം ആ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വീട്ടിൽ നിന്നും വരുന്ന ഒരാളാകുന്ന സ്ഥിതിക്ക്. അപ്പോൾ ശരിക്കും എപ്പോഴും കലഹിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ കൊച്ചിന് അത്തരം കാര്യങ്ങൾ അവരുടെ സ്വഭാവ രൂപീകരണത്തെ പോലും ദോഷകരമായി ബാധിക്കും അല്ലെ? കുട്ടി മിക്കവാറും ഒരു ഇൻട്രോവേർട്ടായി ആരോടും മിണ്ടാൻ സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവവും, അത്തരത്തിൽ ഒന്നിനോടും ഒരു പ്രത്യേക താല്പര്യമില്ലാതെ, സ്വന്തം കുടുംബാംഗങ്ങളോട് പോലും പ്രത്യേകിച്ച് സ്നേഹമില്ലാതെ, അങ്ങനെയൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് നന്ദൻകോട് ഉണ്ടായ ഒരു കൂട്ടക്കൊല, അതിലും നമ്മൾ പിന്നീട് അതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അയാളൊരു ഡെവിൾ വർഷിപ്പ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ആലോചിക്കുമ്പോഴും അതിൽ എടുത്തു കാണിക്കുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആ കുട്ടി അച്ഛനാലും അമ്മയാലും അവഗണിക്കപ്പെട്ട് ആ വീട്ടിലെ മറ്റെല്ലാവരാലും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു മകനായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ആ കുട്ടി ചെയ്ത പ്രവൃത്തിക്ക് ഒരിക്കലും ജസ്റ്റിഫിക്കേഷനും ഇല്ല. എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ അപ്ബ്രിങ് ചെയ്ത് വരുന്നത്, നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എത്തരം ഒരു കോൺട്രിബ്യൂഷൻ ആണ് ടു ദ സൊസൈറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം നല്ലൊരു അതെ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അച്ഛൻ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു, നീ നാളെ നല്ലൊരു ക്രിക്കറ്റർ ആകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് പ്രധാനം, നീ ഒരു നല്ല വ്യക്തിയാകണം എന്നുള്ളതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ അത് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മേക്കിങ്ങിൽ ഇത്രയും വലിയൊരു അദ്ദേഹത്തിന്റെ സ്വഭാവത്തില് ഭയങ്കര. സച്ചിൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വളരെ വികൃതിയായിട്ട് അച്ഛനും അമ്മ സ്ഥിരമായി എന്നെ കുറിച്ച് ഓർത്ത് കരയാറുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് ഇത്രയും മാത്രം മാറ്റം വരുത്തിയത് അച്ഛന്റെ ആ ഒരു ഒറ്റ സെന്റൻസ് ആണ് എന്ന് സച്ചിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ പ്രാധാന്യം, ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു കുടുംബത്തിനുണ്ടാകുന്ന പ്രാധാന്യം തന്നെയാണ് കാണിക്കുന്നത് അല്ലെ? അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം, ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഫെങ് ഷുയെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും മറ്റും നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഞാൻ കോട്ടയത്തു നിന്നാണ്. ഞാനൊരു ട്രാവൽസ് നടത്തുന്നു. 4 ബസ്സുണ്ട്, കൂടാതെ റിയൽ എസ്റ്റേറ്റും നടത്തുന്നുണ്ട്. എനിക്ക് 2 മക്കളാണ്. മകളുടെ കല്യാണം കഴിഞ്ഞു, മകൻ പഠിക്കുന്നു. 10 വർഷമായി ഇപ്പോൾ താമസിക്കുന്ന വീട് വെച്ചിട്ട്. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി എൻ്റെ ബിസിനസ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എനിക്ക് ഒത്തിരി അസുഖങ്ങൾ വരികയും ചെയ്തു. അത് വീടിൻ്റെ പ്രശ്നമാണോ അതോ ജാതകദോഷമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. വീടിൻ്റെ പ്ലാനും ഗ്രഹനിലയും ഇതോടൊപ്പം വയ്ക്കുന്നു. ഈ കത്തിൽ ഗ്രഹനിലയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ വീട് വയ്ക്കുമ്പോൾ വാസ്തു സൂട്ടബിൾ അല്ല എങ്കിലും ഒരു 12 വർഷം, ഒരു വേഴവട്ടക്കാലം അത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഒരു കത്ത്. ഒരു 12 വർഷം ഏത് ടൈപ്പ് വീട് നമ്മൾ വെച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് നമ്മുടെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. അത് ആദ്യം പിടിക്കുന്നത് ഗ്രഹനാഥനെയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം 4 ബസ്സൊക്കെ ഉള്ള റിയൽ എസ്റ്റേറ്റൊക്കെ നടത്തുന്ന ഒരു മുതലാളിയാണ്. പുള്ളിക്ക് വരെ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരണമെങ്കിൽ ഉറപ്പായിട്ട് വീടിൻ്റെ പ്രശ്നമാണ്. വീട് വെച്ചിട്ട് 10 വർഷമായി അല്ലേ? 10 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്ലാൻ ഒരു ലേഔട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ വീടിൻ്റെ ദർശനം വടക്കാണ്. തെക്ക് ഭാഗം താഴ്ന്നു കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇതിൽ കാണുന്നത്. തെക്ക് ഭാഗം താഴ്ന്നു കിടക്കുന്ന ഭൂമിയിൽ ഒത്തിരി പ്രോബ്ലംസ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഉണ്ട്.
വടക്ക് ഹൈറ്റും തെക്ക് താഴാൻ പാടില്ല എന്നുണ്ട്. എന്നാൽ തെക്ക് താഴ്ന്ന് കിടക്കുന്ന ഭൂമി വീട് വയ്ക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കുന്നുണ്ട്, പക്ഷേ ഡയറക്ഷൻ തെക്കോട്ടായിരിക്കുന്നുണ്ട്. ഇത് നേരെ തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഫ്രണ്ടിൽ റോഡ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഫ്രണ്ടിൽ റോഡ് വരുവാനുള്ള ചാൻസ് രാജവീതി ഫേസ് ചെയ്തായിരിക്കും അവരത് വച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു രീതി അനുസരിച്ച് നോക്കുമ്പോൾ ഈ വീടിൻ്റെ കിച്ചണിലാണ് ഏറ്റവും വലിയ പ്രോബ്ലം കാണുന്നത്. അതേപോലെ തെക്ക് കിഴക്കാണ് അഗ്നികോണിലാണ് കിച്ചണെങ്കിലും ആ കിച്ചണിൽ 2-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ കിച്ചണിൽ കാണുന്നുണ്ട്. പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് 2-5 എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഇൽനസ് സ്റ്റാർ, അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക, ആത്മഹത്യയുടെ വക്കത്ത് വരെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ഒരു സ്റ്റാറാണ് 2-5. ആ 2-5 സ്റ്റാർ ഇവിടെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് നിൽക്കുന്നത് ഈ വീട്ടിൽ. അപ്പം സൗത്ത് ഈസ്റ്റ് കോർണർ കിച്ചണാണ്. ആ കിച്ചണിലുണ്ടാക്കി എടുക്കുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോലും നെഗറ്റീവായിട്ടുള്ള ഒരു വീട്ടിലെ കിച്ചൺ നോക്കുമ്പോൾ ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളിപ്പം പല വീടുകളിലും ഞങ്ങളുടെ പ്രാക്ടീസിലൂടെ ഞങ്ങൾക്ക് കിട്ടിയൊരു കാര്യമാണ്. കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും നല്ല ആക്റ്റീവായിരിക്കും. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനാഥന് പോലും അസുഖം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആണെങ്കിലും അവിടെയുള്ള ആ ഒരു എനർജി വളരെ മോശമായിട്ടാണ് കാണുന്നത്. അതിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് സ്വപ്പം സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ കിച്ചണിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ചെറിയൊരു സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രശ്നങ്ങൾ കുറേ ഒരു മാറ്റം ഉണ്ടാവും. ശ്രദ്ധിക്കണം, നോർത്താണ് ഡയറക്ഷൻ. ആ കിച്ചണിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ആ കിച്ചണിൻ്റെയും അഗ്നികോണിൽ കുറച്ചൊരു ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പ്രശ്നം മാറ്റം ഉണ്ടാവും. പിന്നെ ഗ്രഹനില അദ്ദേഹം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രശ്നങ്ങൾ പല രീതിയിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഹിന്ദു രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്ന് പിതൃക്കളുടെ പ്രശ്നം കൊണ്ട് നമുക്ക് ദോഷങ്ങളുണ്ടാവാം. പരദേവതാസ്ഥാനം, അതായത് എല്ലാവർക്കും ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവും. ആ കുടുംബക്ഷേത്രത്തിൽ പോകാതെയോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ അവിടെ കാര്യങ്ങളൊന്നും ചെയ്യാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത് നമ്മുടെ വീടിൻ്റെ പ്രശ്നമുണ്ട്. താമസിക്കുന്ന സ്ഥലവും ഗ്രഹവും നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. നാലാമത് മാത്രമേ ജാതകദോഷം നമ്മളെടുക്കാൻ പാടുള്ളൂ. പിതൃദോഷവും പരദേവതാ സ്ഥാനവും നല്ല രീതിയിലായി കഴിഞ്ഞാൽ ജാതകദോഷം നമുക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പല ആചാര്യന്മാരും പറയാറുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പിതൃക്കളുടെ തട്ടായ തെക്ക് ഭാഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രശസ്തിയുടെ തട്ടാണ് തെക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രശസ്തി തരുന്ന ആരാ? പിതൃക്കളെ നമ്മൾ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ആണ് നമ്മൾ തെക്ക് ഭാഗത്ത്. അവിടെ ഒരു സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തിനൊരു ദോഷം ഉണ്ടാകുമ്പോൾ നമ്മളെ നെഗറ്റീവായിട്ടാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് തെക്ക് ഭാഗം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ജാതകവശാൽ പിതൃദോഷം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. അതേപോലെ തന്നെ കുടുംബ പരദേവതാസ്ഥാനവും മോശമായിട്ടാണ് കാണുന്നത്. അപ്പം വീട് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ രണ്ട് പ്രശ്നങ്ങളും ചെയ്തു കഴിഞ്ഞാൽ, അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ അസുഖങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മുടെ ക്ഷേത്രം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രം, അവിടെ ഞാൻ സുജോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിലും കാലിലും, സുജോക്ക് എന്ന് വെച്ചാൽ കൈയും കാലും ഒന്നും അർത്ഥമുള്ളൂ, ആ കയ്യിലും കാലിലും നമ്മൾ ചികിത്സിക്കാൻ പറ്റും. അതിൻ്റെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് നമ്മുടെ കയ്യിലും കാലിലും നോക്കിയതിന് ശേഷം അതിൽ പ്രോബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് സീഡ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ദോഷത്തെ നമ്മൾ മാറ്റിയെടുക്കും. ആ ഒരു അസുഖത്തെ വിതിൻ 22 സെക്കൻഡ്സിനകത്താണ് നല്ല പെയിനൊക്കെ ഉള്ള ഇത് മാറ്റം ഉണ്ടാകുന്നത്. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി പേഷ്യൻസ് അമ്പലത്തിൽ വരാറുണ്ട്. വളരെ നല്ല മാറ്റമാണ് അവർക്കുണ്ടാകുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം,
ഇദ്ദേഹത്തിന് നമുക്ക് ആ സുജോക്കിലൂടെ ഇദ്ദേഹത്തിൻ്റെ അസുഖങ്ങളും നമുക്ക് മാറ്റി കൊടുക്കാൻ വളരെ ഈസിയാണ്. സോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞങ്ങൾ നോക്കുന്നത് ബേസ് കറക്റ്റാണോ. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിനൊരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ സൂട്ടബിൾ അല്ലാത്ത റൂമിലാണ് നമ്മൾ ചെന്ന് കിടക്കണമെങ്കിൽ അത് നെഗറ്റീവായിട്ട് മാറും. അതുകൊണ്ട് വീട് സൂട്ടബിളാണ്, നമ്മുടെ ബെഡ്റൂം സൂട്ടബിളാണ് എങ്കിൽ നമുക്ക് വീണ്ടും മെഡിസിനിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളെല്ലാം വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ കത്തിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രോബ്ലംസ് ഇന്ന അതൊക്കെയാണ്. അസുഖത്തിൻ്റെ ചികിത്സയും നമുക്ക് ചെയ്യാം, അതിന് വളരെ ടെൻഷനൊന്നും അവർക്ക് ആവശ്യമില്ല. ഇത് വീടിൻ്റെ പ്രശ്നമാണ്, വീടിൻ്റെ പ്രശ്നമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വീടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇവർക്ക് കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജാതകത്തിൽ പിതൃദോഷം കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ചെയ്യേണ്ടത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കാൻ ഓടാതെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നേരത്തെ നമ്മൾ നോക്കി അസുഖം വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങൾ അഗ്നിഹോത്ര എന്ന് പറയുന്നൊരു യാഗം അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഓരോ വ്യക്തികളെ കൊണ്ടും അഗ്നിഹോത്രം ചെയ്യിപ്പിക്കാറുണ്ട്. അതൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്യാറുള്ളത്. ഈ അഗ്നിഹോത്രത്തിൻ്റെ പ്രത്യേകത സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പൂജയാണ്. നമ്മളിരുന്നു കൊണ്ട് ആ മന്ത്രം ജപിച്ച് നമ്മൾ അതിന് ഹവിസ് അർപ്പിക്കുമ്പോൾ ആ നിൽക്കുന്ന ആ പുക നമ്മൾ ശ്വസിക്കുവാനും ആ ചാരം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വീടിന് ചുറ്റും തളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എനർജി, ആ നമ്മൾ ആ ഹോമം ചെയ്യുന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് 50 മീറ്റർ ചുറ്റളവിലാണ് അതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അഗ്നിഹോത്രമൊക്കെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് മതത്തിലുള്ള ആൾക്കാരോ ആവാം, ഇന്ന ആൾക്കാർ തന്നെയാണോന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് ഹോമം ചെയ്യുമ്പോൾ എന്ത് അസുഖങ്ങൾക്ക് നമുക്ക് ഒരുവിധമുള്ള പരിഹാരമൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. അതിനകത്ത് ആ ഹോമം നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒത്തിരി മെഡിറ്റേഷനുണ്ട്. തീറ്റ ലെവൽ ബ്രീത്തിങ് എന്നൊക്കെ പറയുന്ന ഒത്തിരി ബ്രീത്തിങ് ടെക്നിക്സും അതേപോലെ തന്നെ മെഡിറ്റേഷൻ, ധ്യാനം, ഇതൊക്കെ ഞങ്ങൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ആദ്യം ഒരു 4-5 പേരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 22 പേര് കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നു. അതിന് മുമ്പ് 50 പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് അറ്റൻഡ് ചെയ്യാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം, കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കാണാം. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. നമസ്കാരം.